ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമയോട് ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ എന്താണ് ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ എങ്ങനെ ശാലിനി ഈ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് മുന്നിൽ വെളിപ്പെടുത്താണ് കേട്ടോ. എൻ്റെ മകള് പപ്പിയുടെ ആവശ്യപ്രകാരമാണ്, അവർ തമ്മിൽ ഫ്രണ്ട്സുകളാണ്, സത്യയും പപ്പിയും ഫ്രണ്ട്സുകളാണ്. അങ്ങനെ ബർത്ത്ഡേക്ക് അവൾ ഉണ്ടാവണമെന്ന് പപ്പി ആവശ്യപ്പെട്ടത് കൊണ്ട് സത്യഭാമ അത് നിറവേറ്റി കൊടുത്തു. പക്ഷെ അവിടെയും എൻ്റെ കുഞ്ഞേച്ചിയെ വേദനിപ്പിക്കുകയാണ് സത്യാമ്മ ചെയ്യുന്നത് എന്നുള്ള ആ സത്യങ്ങളൊക്കെ ഡോക്ടറോട് ഇങ്ങനെ വെളിപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ഈ പറയുന്നത്, വിഷ്ണു വേറെ വിവാഹം കഴിച്ചു എന്നോ, ഇനി അടുത്ത ആഴ്ച വിഷ്ണുവിനെ എല്ലാവരും അറിയിച്ച് വിവാഹമെന്നോ, അതൊക്കെ ശരിയാണ്. പക്ഷേ വിഷ്ണു ഏട്ടനും കാർത്തികയ്ക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ഉറപ്പാണ് എന്ന് പറയട്ടെ. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരി ആരാണെന്ന് പറയുമ്പോൾ അവൾ തന്നെയാണോ, സുസ്മിത തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ ചോദിക്കുകയാണ്. അല്ല, ഇപ്പോൾ പുതിയ അംഗമാണ്, അതായത് മധുശ്രീയാണ്, അവളാണ് ഇപ്പോൾ കളിക്കുന്നത്, സുസ്മിതയുടെ കൂട്ടുകാരി എന്നൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്താണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ക്ഷമ എന്തായാലും ഞാൻ നിനക്ക് ബോധം വന്ന വിവരം സത്യമ്മയോട് ചെന്ന് പറയട്ടെ, നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ ശ്യാമ ഡോക്ടറുടെ കൈകൾ പിടിക്കണം കേട്ടോ. ഡോക്ടറെ, എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ ഡോക്ടർ, എന്താണ് നിനക്ക് വേണ്ടത്? എനിക്കെൻ്റെ കുഞ്ഞേച്ചിയെ എങ്ങനെയെങ്കിലും വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം, കുഞ്ഞേച്ചി എൻ്റെ വീട്ടിൽ വേണം, അതിന് ഡോക്ടറുടെ സഹായം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ എന്താ ഞാൻ അതിന് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഡോക്ടർ, എനിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് പറയണം. എന്താ നീ പറയുന്നത്? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ഉണ്ട്, എനിക്ക് കുഴപ്പമുണ്ടെന്ന് പറയണം. എൻ്റെ നെർവസ് സിസ്റ്റിന് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന്, ചെറിയ കുട്ടികളെ പോലെയാണ് ഞാൻ പെരുമാറുന്നത്, പഴയകാല ഓർമ്മകളെ എനിക്കുള്ളൂ, ഇപ്പോഴത്തെ ഓർമ്മകളൊന്നും ഇല്ല എന്നുള്ള ആ ഒരു വെളിപ്പെടുത്തൽ പറയണമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഡോക്ടർ പറയാണ്, ക്ഷമ, ഇതൊക്കെ സത്യാമ്മ ഇല്ല ഡോക്ടർ, എൻ്റെ കുഞ്ഞേച്ചി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കൊണ്ടുവരണം, എനിക്ക് കുഞ്ഞേച്ചി എന്നുള്ള ആ ഒരു ധാരണ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ ഡോക്ടർക്കാണെങ്കിൽ ഈ കുഞ്ഞേച്ചി ആരാണെന്നുള്ളത് അറിയില്ല എന്നുള്ളത് വെളിപ്പെടുത്തണം സത്യാമ്മക്ക് മുന്നിൽ, അങ്ങനെയുള്ള ഒരു അഭിനയം അഭിനയിക്കണമെന്ന് ശ്യാമ പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഈ സമയം സത്യാമ്മയാണെങ്കിൽ ശാലിനിയെ കണ്ട ആ ഒരു ദേഷ്യത്തിലാണ്. ശാലിനിയെ കാണുമ്പോൾ സത്യാമ്മക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ശാലിനിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ശാലിനി വായ തുറന്നാൽ സത്യാമ്മക്ക് അത് കുറ്റാണ്, അത് വളച്ചൊടിച്ച് വേറൊരു കാര്യത്തിലാക്കി പറയാണ്. ഇതേ സമയം ഡോക്ടർ കടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറെ കണ്ടിടത്ത് തന്നെ രോഹിത്തും ശാലിനിയും ഓടിച്ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് വിവരം എന്ന് ചോദിക്കുമ്പോൾ ശാലിനി അങ്ങനെ നോക്കണം. അപ്പോൾ ശാരദാമ്മ പറയണേ, എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞിനെ എന്നിങ്ങനെ ഡോക്ടറോട് ചോദിക്കുമ്പോൾ, നിങ്ങളൊന്നും ഇങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല, ശ്യാമക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന രോഹിത്തും ശാരദാമ്മയും സത്യാമ്മയും ഈശ്വര എന്നുള്ള ഭാവത്തിൽ നെഞ്ചത്ത് കൈവെക്കുക കേട്ടോ. സമാധാനമായി എന്ന ആ ഒരു ഇതിൽ അങ്ങനെ നെഞ്ചത്ത് കൈവെക്കുമ്പോൾ ബട്ട് എന്ന് പറയാൻ കേട്ടോ. എന്താ പ്രശ്നം എന്നിങ്ങനെ അവിടെ ശാലിനി ചോദിക്കുകയാണ്. ചെറിയൊരു പ്രശ്നമുണ്ട്, ശ്യാമ വീണ ആഘാതത്തിൽ അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു, അവൾക്കിപ്പോൾ കുഞ്ഞിലെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ, അവളിപ്പോൾ ബോധം വന്നവിടെ തന്നെ കുഞ്ഞേച്ചി എന്നൊരാളെ അന്വേഷിക്കുന്നുണ്ട്, ആരാണ് ഈ കുഞ്ഞേച്ചി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമയ്ക്ക് പിന്നെ പറയാനില്ല, കലിപ്പ് കൂടി വരുന്നു കേട്ടോ. ഈ സമയം സത്യമ്മ ശാലിനി ഇങ്ങനെ നോക്കണം. അപ്പോൾ രോഹിത് പെട്ടെന്ന് പറയാണ്, ശാലിനിയാണ് കുഞ്ഞേച്ചി എന്ന് പറയാൻ കേട്ടോ. അവരെ കാണണമെന്ന് പറഞ്ഞിട്ട് അവൾ വല്ലാതെ അങ്ങ് വാശി പിടിക്കുന്നുണ്ട് എന്ന് പറയാം കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ എന്ത് ചെയ്യും, സത്യാമ്മ ദേഷ്യത്തോട് കൂടിയിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റുമോ അവളെ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, എല്ലാവരും കയറി കണ്ടോളൂ എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം എല്ലാവരും കൂടിയിട്ട് ശ്യാമയെ കാണാൻ റൂമിനുള്ളിലോട്ട് പോവാണ്. അപ്പോൾ ഈ സമയം ശ്യാമയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ശാലിനി പിറകിലായിരിക്കും. അങ്ങനെ രോഹിത്തും സത്യാമ്മയും ആദ്യം കടന്ന് ചെല്ലുന്നത്, പിന്നീട് ശാരദാമ്മ ചെല്ലുന്നത്. അങ്ങനെ രോഹിത്ത് മോളെ ശ്യാമേ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോഴേക്കും മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് രോഹിത്തിന് ഒരൊറ്റ തള്ളങ്ങ് തള്ളണം. നിങ്ങൾ ആരാ, നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തള്ളങ്ങ് തള്ളുമ്പോൾ ശാലിനി മുന്നോട്ട് കടന്നു വരികയാണ് കേട്ടോ. ശാലിനിയെ കണ്ട ശ്യാമ, എൻ്റെ കുഞ്ഞേച്ചി എനിക്ക് പേടിയാന്ന്, ഇവരൊക്കെ ആരാ എൻ്റെ കുഞ്ഞേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ ഒന്നൊന്നര അഭിനയം തന്നെ അഭിനയിക്കുകയാണ് കേട്ടോ. ഇതേ സമയം രോഹിത് സത്യാമ്മയ്ക്ക് ആകെ ഞെട്ടി നിൽക്കുകയാണ്. സത്യാമ്മയ്ക്ക് കാണുമ്പോൾ മാറി നിൽക്കുക എന്ന് പറയണം. അപ്പോഴേക്കും ഡോക്ടറും കടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ ഇതൊക്കെ കണ്ട് ചെറിയൊരു പുഞ്ചിരി ഉള്ളിലുണ്ട്. അങ്ങനെ ശാലിനി ആണെങ്കിൽ, എന്താ മോളെ നിനക്ക് പറ്റിയത്, ചേച്ചി എനിക്ക് എന്താ പറ്റിയത്, ഞാൻ എങ്ങനെ എവിടെ എത്തിയത്, എൻ്റെ ചേച്ചി ഇത്രയും നേരം എവിടെയായിരുന്നു എൻ്റെ കുഞ്ഞേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അതേസമയം ഡോക്ടർ പറയാണ്, ഇനി പേടിക്കാനൊന്നുമില്ല, നിങ്ങളെന്തായാലും ഇനി വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ ഡിസ്ചാർജ് പറയാണ്. ഇതേ സമയം സത്യാമ്മക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് സത്യാമ്മ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ രോഹിത്ത് പറയാണ്, ശാലിനി നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട്
അവർ അവിടെ നിന്നും പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം വിഷ്ണുവും ഈ പറയുന്ന എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തായി ഇനി ശ്യാമയുടെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർ ഫോണിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് രോഹിത് വണ്ടിയുമായി വരുന്നത് കേട്ടോ. അപ്പോൾ വിഷ്ണു പറയാണ് അവരതാ വന്നിരിക്കുന്നു അച്ഛ എന്ന് പറയാം കേട്ടോ. അങ്ങനെ വിഷ്ണുവും ഈ പറയുന്ന രാഘവനും പൊന്നിയും പിള്ളയൊക്കെ ഓടി വരികയാണ്. കൂടെ കാർത്തികയുണ്ട്. അപ്പോൾ കാർത്തികക്ക് നല്ല പേടിയുണ്ട്, പിടിക്കപ്പെടുമോ എന്ന പേടിയും അതുപോലെ അവൾക്കൊന്നും വരരുത് എന്ന ആ ഒരു പേടിയും ഉണ്ട് കേട്ടോ. അങ്ങനെ കാർത്തിക ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. ഇതേ സമയം ശ്യാമയെ പുറത്തോട്ട് ഇറക്കുകയാണ്. അങ്ങനെ ശ്യാമയാണെങ്കിലോ ശാലിനിയെ വിടുന്നില്ല, വിടുന്നില്ല എൻ്റെ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്യാമ ശാലിനിയുടെ തോളിൽ കിടന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വരികയാണ്. ഇതെന്താ ശാലിനിയും ശാരദാമ്മയും കൂടെ ഉണ്ടല്ലോ എന്ന ആ ഭാവത്തിൽ വിഷ്ണുവിൻ്റെ മുഖത്ത് പുഞ്ചിരി വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സത്യാമ്മ നല്ല കലിപ്പിൽ തന്നെയാണ്. സത്യാമ്മ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കണം. അങ്ങനെ ഈ സമയം ഇതിപ്പോൾ ആരെ ശാലിനി ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ രാഘവൻ പറയുമ്പോൾ അവിടെ പിന്നെ രോഹിത് പറയാണ് അച്ഛാ ഒരു പ്രശ്നമുണ്ടെന്ന് പറയട്ടെ. ഇത് കേട്ട ഉടൻ തന്നെ രോഹിത്തിനോട് ചോദിക്കും എന്താ മോനെ ശ്യാമക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്യാമയുടെ വീണ ആഘാതത്തിൽ അവൾക്ക് തലക്ക് ചെറിയ പ്രശ്നമുണ്ട്, പഴയകാല ഓർമ്മകളേ ഉള്ളൂ, ഇപ്പോൾ മറ്റുള്ളവരെ ഒന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിയില്ല എന്ന് പറയാം കേട്ടോ. ഇത് കേട്ട രാഘവൻ പറയണ ഈശ്വര എന്തൊരു കഷ്ടകാലമാണ് ഇവിടെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ഇതേ സമയം കുഞ്ഞേച്ചി വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്യാമ അങ്ങനെ ശാലിനിയെ അകത്തോട്ട് വിളിക്കുമ്പോഴേക്കും സത്യഭാമയുടെ കലിപ്പടങ്ങില്ല. സത്യഭാമ എന്ത് ചെയ്യും? ശ്യാമയെ അങ്ങോട്ട് പിടിച്ചു വലിച്ചിട്ട് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ചു വലിച്ചങ്ങ് കൊണ്ടുപോകണം കേട്ടോ. ഇതേ സമയം ശാലിനി ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ശാലിനി അവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് പറയാതെ പറഞ്ഞ് സത്യഭാമ അങ്ങ് അകത്തോട്ട് കയറി പോകുമ്പോൾ ശ്യാമ ഇങ്ങനെ നിലവിളിക്കാൻ കേട്ടോ. എൻ്റെ കുഞ്ഞേച്ചി, എനിക്ക് കുഞ്ഞേച്ചിയെ കാണണം, എൻ്റെ കുഞ്ഞേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ശാരദാമ്മയും ഈ പറയുന്ന ശാലിനി ഇനി അവിടെ നിന്ന് പടി ഇറങ്ങാണ്. പക്ഷേ ഇനി ശ്യാമ ഒരു ഉഗ്രം പണിയാണ് സത്യാമ്മക്ക് കൊടുക്കുന്നത്. അങ്ങനെ സത്യാമ്മയുടെ ആ പ്രവൃത്തി കൊണ്ട് തന്നെ രോഹിത്തിന് തൻ്റെ ഭാര്യ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ സത്യാമ്മയുടെ ഈഗോവും വാശിയും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് സത്യാമ്മയുടെ മുഖത്തടിച്ച് പറയുന്ന ആ സീനിലോട്ടാണ് കേട്ടോ ഇനി കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ സത്യാമ്മ ശ്യാമയെ ഉള്ളിലോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോകണം കേട്ടോ. ഇതേ സമയം ശ്യാമ എനിക്കെന്നെ കുഞ്ഞേച്ചിയെ കാണണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ രാഘവൻ വല്ലാത്തൊരു വാശി തന്നെ ഇവൾക്ക് എന്ന് പറയണം കേട്ടോ. ഇതേ സമയം ശ്യാമ ഉള്ളിലോട്ട് പോവുകയും ചെയ്യുമ്പോൾ ശാലിനി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പടിയിറങ്ങി പോവാണ് കേട്ടോ. ഈ സമയം ഇവൾ എന്തിനായിട്ടാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രോഹിത് ഭക്ഷണവുമായി വരികയാണ്. ശ്യാമക്ക് മുന്നിൽ മോളെ നീ ഭക്ഷണം കഴിക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് വേണം നിനക്ക് മരുന്ന് തരാനെന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. എനിക്കിതൊന്നും വേണ്ട, നിങ്ങൾ ആരാ എനിക്ക് ഭക്ഷണം തരാം, എനിക്കെൻ്റെ കുഞ്ഞേച്ചിയെ കാണണം എന്ന് പറഞ്ഞിട്ട് കൊച്ചു കുഞ്ഞിനെ പോലെ ശ്യാമ ഇങ്ങനെ തേങ്ങി കരയാണ് കേട്ടോ. എനിക്കെൻ്റെ കുഞ്ഞേച്ചിയെ കാണണം, എനിക്കെൻ്റെ കുഞ്ഞേച്ചിയെ കാണണം എന്നിങ്ങനെ പറഞ്ഞ് വാശി പിടിക്കണം. അപ്പോഴാണ് സത്യഭാമയുടെ കടന്നു വരവ് കേട്ടോ. അങ്ങനെ സത്യാമ്മ ചോദിക്കും എന്താ ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിക്കാൻ കേട്ടോ. ഇവള് ഭക്ഷണം കഴിക്കുന്നില്ല, മരുന്ന് കൊടുക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടേ എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ അതിനെന്താ ഞാൻ വാരിക്കൊടുത്തോളാം ഇവൾക്ക് എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ തന്നെ ആ ഉരുളകളാക്കി ഇങ്ങനെ വാരുമ്പോൾ സോറി സത്യാമ്മ, നിങ്ങളോട് എനിക്ക് ഇതിങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ, എൻ്റെ കുഞ്ഞേച്ചി ഈ വീട്ടിലോട്ട് അടുപ്പിക്കണമെങ്കിൽ നിങ്ങളെ പോലും വെട്ടിയാക്കിയും കൊണ്ട് ഈ അഭിനയം എനിക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങളുടെ ഉരുളകൾ ഞാൻ വായ തുറക്കില്ല എന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് മോളെ നീ എന്ത് നോക്കി നിൽക്കുന്ന വാ തുറക്കുക എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ കുഞ്ഞേച്ചിയെ കാണണം, എനിക്കെൻ്റെ കുഞ്ഞേച്ചിയെ കാണണം, എൻ്റെ കുഞ്ഞേച്ചി എവിടെ, എൻ്റെ കുഞ്ഞേച്ചി എവിടെ എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മക്കുള്ളിൽ പേടി വരാൻ കേട്ടോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഒരു കുഞ്ഞിൻ്റെ ഒരു പ്രകൃതമാണ് ശ്യാമക്കുള്ളിൽ ഉള്ളത്, അതുകൊണ്ട് ശ്യാമയെ ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവൃത്തികളൊന്നും ചെയ്യരുത്, അത് തലയ്ക്ക് പ്രശ്നം വരും എന്ന് ഡോക്ടർ പറഞ്ഞ ആ വാക്കിങ്ങനെ സത്യാമ്മക്ക് പേടി വരുത്തുകയാണ് കേട്ടോ. അപ്പോഴാണ് പപ്പി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. പപ്പിയാണെങ്കിൽ തൻ്റെ അമ്മയുടെ തല പൊട്ടിയിരിക്കുന്നത് കാണുമ്പോൾ പപ്പിക്ക് ആകെ സങ്കടമാവാണ്. പപ്പി പൊട്ടിക്കരയാണ്. അമ്മയ്ക്ക് എന്താ പറ്റിയത്, അച്ഛന് എന്താ പറ്റിയത് എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ മുന്നിൽ പോലും അമ്മയാണെന്നുള്ള ആ ഒരു ഇത് ശ്യാമ കാണിക്കില്ല. മോളെ നീ എന്നോട് ക്ഷമിക്ക്, നിൻ്റെ സത്യയും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞേച്ചിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്, നീ എൻ്റെ മകള് ആണെന്നുള്ള ആ ഒരു ഇത് ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് നിൻ്റെ കുഞ്ഞാണ് ശ്യാമയെ, നീ ഒന്ന് മിണ്ടവളോട് എന്ന് പറയുമ്പോൾ ശ്യാമ എൻ്റെ കുഞ്ഞേച്ചി എന്ന് മാത്രമേ കേട്ടോ പറയുള്ളൂ. അപ്പോൾ ഉടൻ തന്നെ രോഹിത്തിനോട് കുഞ്ഞ് ചോദിക്കാം അമ്മയ്ക്ക് എങ്ങനെ ഇത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റെയറിൽ നിന്ന് അമ്മ വീണതാണ്, അതുകൊണ്ട് അമ്മയുടെ തല പൊട്ടിയിട്ടുണ്ട്, നമുക്കിപ്പോൾ പഴയ കാര്യങ്ങളെ മോളെ ഓർമ്മയുള്ളൂ, എന്നെയൊന്നും ഓർമ്മയില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന പപ്പിക്ക് സങ്കടമാവാനാണ്. അങ്ങനെ പപ്പി ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് അവിടെ ഇങ്ങനെ രോഹിത് വീണ്ടും ശ്യാമ നിൻ്റെ മോള് ഇതൊക്കെ കരയുന്നത്, നീ പറയുന്നത് കേൾക്ക്, നമ്മുടെ മോളല്ലേ അവൾ കരയുന്നത്, നീ അവളൊന്ന് ശ്രദ്ധിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ എൻ്റെ കുഞ്ഞേച്ചി എന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ആരാണ് ഈ കുഞ്ഞേച്ചി എന്നിങ്ങനെ
പപ്പി ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പറയാണ്, കുഞ്ഞേച്ചി ഈ പറയുന്ന ഇവരുടെ ഈ ചേച്ചിയാണ്, അവരെ കാണണമെന്നാണ് നിൻ്റെ അമ്മ പറയുന്നതെന്ന് പറയുമ്പോൾ, എന്നാൽ അച്ഛൻ പോയിട്ട് അവരെ വിളിച്ചു കൊണ്ടുവന്ന എൻ്റെ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടത് എന്ന് പറയുമ്പോൾ അത് സത്യാമ്മ കേട്ട് വരികയാണ് കേട്ടോ. എന്താ നീ പറഞ്ഞത്? പൊടിയാണെങ്കിലും നിനക്ക് എങ്ങനെ ഇങ്ങനെ നാക്കുവെന്ന് പറഞ്ഞ് സത്യാമ്മ കുഞ്ഞിനോട് ദേഷ്യപ്പെടുമ്പോൾ കുഞ്ഞ് പറയും, എനിക്ക് എൻ്റെ അമ്മയുടെ അസുഖമാണ് വലുത്, എനിക്ക് എൻ്റെ അമ്മയെ നേരെ വെണ്ണം കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ മുന്നിൽ കുഞ്ഞേച്ചി വരട്ടെ എന്ന് പറയണ്ട. അപ്പോൾ സത്യാമ്മ കുഞ്ഞിൻ്റെ മുന്നിൽ ചെറുതായി പോവല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ശാലിനി അവിടെ വരും. ശാലിനി തന്നെയാണ് ഇനി ശ്യാമയെയും ഈ പറയുന്ന വിഷ്ണുവിനെയും ഇനി നോക്കുന്നത് കേട്ടോ. അങ്ങനെ ശ്യാമയുടെ വാശിപ്രകാരം കാര്യങ്ങളൊക്കെ സത്യാമ്മയുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോകുന്ന ആ ഒരു സീനിലോട്ടാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്.